പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇറാഖ് അതിർത്തിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഡ്രോൺ ആക്രമണം നടന്നതായി റിപ്പോർട്ട്. സ്ഫോടക വസ്തുക്കൾ വഹിച്ച 3 ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന തകർത്തു. രാജ്യത്തിൻ്റെ സുരക്ഷയെ ലക്ഷ്യമിട്ട് ഏത് ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകുമെന്ന് സൗദി മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇറാഖ് വ്യോമാതിർത്തിയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ച 3 ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന വെടിവെച്ച് തകർത്തതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വ്യോമാതിർത്തി ലംഘിച്ച ഡ്രോണുകളെ സമയോചിതമായി തടഞ്ഞുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഞായറാഴ്ച രാവിലെയാണ് ഡ്രോണുകൾ രാജ്യാന്തര അതിർത്തി മറികടന്ന് സൗദി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി അറിയിച്ചു. സൗദി പ്രതിരോധ സേനയുടെ അതിവേഗ ഇടപെടലിലൂടെ 3 ഡ്രോണുകളും വിജയകരമായി തകർത്തതായും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പരമാധികാരത്തിനുമെതിരായ ഏത് ആക്രമണ ശ്രമത്തെയും ശക്തമായി നേരിടുമെന്നും ആവശ്യമായ എല്ലാ സൈനിക നടപടികളും തുടരുമെന്നും സൗദി പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ആക്രമണ ശ്രമങ്ങൾക്ക് അനുയോജ്യമായ സമയത്തും സ്ഥലത്തും മറുപടി നൽകാനുള്ള പൂർണ്ണ അവകാശം രാജ്യത്തിനുണ്ടെന്നും മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബൈയിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലൊന്നായ അൽ ഖലീജ് സ്ട്രീറ്റ് തുരങ്കപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. 1650 മീറ്റർ നീളമുള്ള ടണലിൻ്റെ 80% പ്രവൃത്തിയും പൂർത്തിയായതായി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നടപ്പാക്കുന്ന അൽ ഷിദഗ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന അൽ ഖലീജ് സ്ട്രീറ്റ് തുരങ്കപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. 1650 മീറ്റർ നീളമുള്ള ടണലിന്റെ 80% നിർമ്മാണവും പൂർത്തിയായതായി RTA അറിയിച്ചു. ദേരയിലെ ഇൻഫിനിറ്റി റാമ്പിന്റെ അറ്റത്തുനിന്ന് അൽ ഖലീജ് സ്ട്രീറ്റ് വരെ നീളുന്ന തുരങ്കപാതയിൽ ഇരുദിശകളിലുമായി 3 ലൈനുകൾ ഉണ്ടാകും. മണിക്കൂറിൽ 12,000 വാഹനങ്ങൾക്ക് കടന്നു പോകാനാകുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതോടെ ഇൻഫിനിറ്റി പാലത്തിനും ദേരയ്ക്കുമിടയിലെ ഗതാഗതക്കുരുക്ക് ഗണ്യമായി കുറയുകയും യാത്രാസമയം ലഘൂകരിക്കപ്പെടുകയും ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി കെയ്റോ സ്ട്രീറ്റിലെയും അൽ വുഹൈദ സ്ട്രീറ്റിലെയും ജംഗ്ഷനുകൾ സിഗ്നൽ ജംഗ്ഷനുകളാക്കി മാറ്റും. ദുബൈ ഐലൻഡുകളിൽ നിന്നുള്ള റാമ്പിനെ അൽ ഖലീജ് സ്ട്രീറ്റിലെ പുതിയ തുരങ്കവുമായി ബന്ധിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. RTA ചെയർമാൻ മദാർ അൽ തായർ പറയുന്നതനുസരിച്ച് ഷെയ്ഖ് റാഷിദ് സ്ട്രീറ്റ്, അൽമിന സ്ട്രീറ്റ്, അൽ ഖലീജ് സ്ട്രീറ്റ്, കെയ്റോ സ്ട്രീറ്റ് എന്നിവ ഉൾപ്പെടുത്തി 13 കിലോമീറ്റർ നീളത്തിലാണ് അൽ ഷിദഗ കോറിഡോർ വികസന പദ്ധതി നടപ്പാക്കുന്നത്. 15 പ്രധാന ഇന്റർസെക്ഷനുകളുടെ നവീകരണവും പദ്ധതിയുടെ ഭാഗമാണ്. ദുബൈ ഐലൻഡ്സ്, വാട്ടർഫ്രണ്ട് മാർക്കറ്റ്, ദുബൈ മാരിടൈം സിറ്റി, റാഷിദ് തുറമുഖം തുടങ്ങിയ പ്രധാന മേഖലകൾക്ക് ഗുണകരമാവുന്ന പദ്ധതി 2030ഓടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. പദ്ധതി പൂർത്തിയായാൽ ഏകദേശം 10 ലക്ഷം പേർക്ക് സേവനം ലഭിക്കുകയും യാത്രാസമയം 104 മിനിറ്റിൽ നിന്ന് 16 മിനിറ്റായി കുറയുകയും ചെയ്യും. നിലവിൽ ടണലിന്റെ 890 മീറ്റർ ഭാഗത്തെ സ്ട്രക്ചറൽ വർക്കുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശേഷിക്കുന്ന ഭാഗങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ലോഡിംഗ്, ലൈറ്റിംഗ്, ഡ്രൈനേജ് സംവിധാനങ്ങളുടെ ജോലികളും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.